കെ ശൈലജ ടീച്ചർക്കെതിരെ വീണ്ടും ലൈംഗിക അധിക്ഷേപം. ആർ.എം.പി. നേതാവ് കെ.എസ്. ഹരിഹരനാണ് അധിക്ഷേപ പരാമർശം നടത്തിയത്. ശൈലജ ടീച്ചർക്കെതിരെ ആരെങ്കിലും പോൺ വീഡിയോ നിർമ്മിക്കുമോ എന്നും മഞ്ജു വാര്യർക്കെതിരെയാണെങ്കിൽ മനസ്സിലാക്കാമെന്നുമായിരുന്നു ഹരിഹരന്റെ വിവാദ പ്രസംഗം. തന്റെ വാക്കുകൾ വിവാദമായതോടെ ഹരിഹരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഖേദപ്രകടനവുമായി രംഗത്തെത്തി. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. വടകരയിൽ UDF RMPI നേതൃത്വത്തിൽ CPIM-നെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലാണ് RMPI നേതാവ് ഹരിഹരൻ ഈ വാക്കുകൾ പ്രയോഗിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് BD സതീശനടക്കം വേദി പങ്കിട്ട പരിപാടിയിൽ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും T. സിദ്ദിഖ് MLA-യും KC അബു, ലീഗ് നേതാവ് PMA സലാം എന്നിവരും പങ്കെടുത്തിരുന്നു. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും ഒരുപോലെ അപമാനിക്കുകയാണ് KS ഹരിഹരൻ. ഒരു സ്ത്രീയെ അപമാനിക്കാൻ മറ്റൊരു സ്ത്രീ ശരീരം വെച്ച് പോൺ വീഡിയോ ഉണ്ടാക്കിയാൽ വിശ്വാസയോഗ്യമാവുമെന്ന് പറയുന്ന സാംസ്കാരിക അധപ്പതനത്തിലേക്ക് KS ഹരിഹരൻ എത്തിയപ്പോൾ സ്ത്രീപക്ഷമെന്ന് സംസാരിക്കുന്ന KK രമ MLA-യോ UDF നേതാക്കളോ ഹരിഹരന്റെ വാക്കുകളെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നതാണ് മറ്റൊരു വസ്തുത. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ PV ജോഷില കോഴിക്കോട് നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജോഷില. ഗുഡ് മോർണിംഗ് കാവ്യ. ഒരുപക്ഷെ ഈ ആമുഖമായി ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്, പ്രയാസം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം മോശമായി കെ ശൈലജ ടീച്ചർക്കെതിരെ എന്ന് മാത്രമല്ല മൊത്തം സ്ത്രീ സമൂഹത്തിനെതിരെ തന്നെ ഏറ്റവും മോശമായ പരാമർശമാണ് ഈ വ്യക്തി നടത്തിയിരിക്കുന്നത്. ഒരു ഖേദപ്രകടനത്തിലൂടെ ഒതുങ്ങുന്നതല്ല കാര്യങ്ങളെന്ന് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം, വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യമാണ് ജോഷില. തീർച്ചയായും കാവ്യ, ശൈലജ ടീച്ചർക്കെതിരെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. ശൈലജ ടീച്ചർക്കെതിരെ ഒരു വീഡിയോ നിർമ്മിച്ചു, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ വളരെയധികം അപമാനിച്ചു എന്നുള്ള രീതിയിൽ ശൈലജ ടീച്ചർ കൊടുത്ത പരാതിയും, അതുപോലെ ഇതൊരു ഉണ്ടാക്കിയ ഒരു പരാതിയായിരുന്നു എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിലും പരാതി കൊടുത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു പരാതിക്കാരിയായ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന വിധത്തിൽ, അതായത് ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ള പരാതിയുമായി വന്ന ഒരു സ്ത്രീയെ വീണ്ടും അധിക്ഷേപിക്കുന്ന വിധത്തിലാണ് ഹരിഹരന്റെ വാക്കുകൾ എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല, സ്ത്രീ സമൂഹത്തെ ആകെ ലൈംഗിക അധിക്ഷേപത്തിനെതിരെ പരാതി നടത്തുന്ന സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഹരിഹരൻ ഇത്തരത്തിൽ ഒരു വാചകം പ്രയോഗിച്ചിരിക്കുന്നത്. അത് ശൈലജ ടീച്ചറെ മാത്രമല്ല, ശൈലജ ടീച്ചർക്കെതിരെ ആരെങ്കിലും പോൺ വീഡിയോ ഉണ്ടാക്കുമോ എന്ന് പരിഹാസ സ്വരത്തിൽ പറഞ്ഞ KS ഹരിഹരൻ പിന്നീട് പറയുന്ന വാക്കുകളാണ് മഞ്ജു വാര്യരുടേതാണെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. മഞ്ജു വാര്യരെ അടക്കം, അതായത് മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ നിർമ്മിച്ചാൽ വിശ്വസിക്കാമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. അത്തരത്തിലേക്ക് ഒരു കാര്യം പോകുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലേക്ക് ചിന്താഗതി പോകുന്നു. ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം KS ഹരിഹരൻ നടത്തിയത് എന്നുള്ളതാണ്. എന്നാൽ ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ ആകെ തന്നെയും എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും വലിയൊരു പ്രതിഷേധ രൂപമായി മാറുകയും ചെയ്തതോടെ KS ഹരിഹരൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി ക്ഷമാപണം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KK രമ MLA 10 മണിക്ക് മാധ്യമങ്ങളെ കാണാം എന്നുള്ള വിവരവും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും RMPI എന്ന പാർട്ടിയുടെ ഒരു സാംസ്കാരിക ജീർണത തെളിയിക്കുന്ന വാക്കുകളാണ് KS ഹരിഹരൻ പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ ഒരു തിരിച്ചടിയായി UDF-നും RMPI-ക്കും മാറും എന്നുള്ളതാണ്. കാവ്യ. ശരി ജോഷില, എന്തായാലും RMP ചുരുങ്ങിയ പക്ഷം ഈ പ്രസ്താവനയെ പാടെ തള്ളാനുള്ള ഒരു മനസ്സ് കാണിക്കട്ടെ എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. രൂക്ഷമായ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിവരങ്ങളാണ് ജോഷില നൽകിയത്.